ആദ്യം റഷ്യൻ വ്യാപാരികളുടെ സമരം അവസാനിച്ചു. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. വേതന പാക്കേജ് വിശദമായി പഠിച്ചതിന് ശേഷം അംഗീകരിക്കാമെന്നാണ് ചർച്ചയിൽ മന്ത്രി GR അനിൽ പറഞ്ഞത്. അതേപോലെ തന്നെ എല്ലാ മാസത്തെയും തലവേതനം 15-ാം തീയതിക്ക് മുമ്പ് നൽകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തെ ശമ്പളം നാളെ തന്നെ നൽകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും വിഷ്ണുവാണ് തരുന്നത്. വിഷ്ണു, തുടരാം. കൽദാസൻ, സമരം പിൻവലിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വാർത്ത. റേഷൻ വ്യാപാരികൾ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിക്കുകയാണ്. മന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. റേഷൻ വ്യാപാരികൾ നടത്തിവന്ന സമരം പൂർണ്ണമായി പിൻവലിച്ചു എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. 5 സംഘടനകളാണ് സമരം ചെയ്തിരുന്നത്. ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം 15-ന് മുമ്പ് നൽകണമെന്നായിരുന്നു ആവശ്യമുയർത്തിയത്. ഇതിൽ തർക്കമില്ല. അതുകൊണ്ട് ആ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് മന്ത്രി ധാരണ നൽകിയിട്ടുണ്ട്. അതാത് മാസം 10-നും 15-നും ഇടയ്ക്ക് ഇവർക്കുള്ള പണം നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ നൽകേണ്ട തുക ഇതിപ്പോൾ ഈ ജനുവരി ആദ്യം നൽകേണ്ടതായിരുന്നു. അത് ഉടൻ തന്നെ നൽകും. അതിന് പിന്നാലെ തന്നെ ഫെബ്രുവരി മാസം മുതൽ എല്ലാം കൃത്യമായി 15-ന് മുൻപ് തന്നെ പണം നൽകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ഈ പാക്കേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അത് ഉടനെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനത്തിനായി ഒരു സംഘത്തെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ സംഘം ഇത് പഠിച്ച് വിശദമായ വിവരങ്ങൾ നൽകും. അതിനുശേഷം ഒരു ചർച്ചയ്ക്ക് ഇരിക്കാമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ സമര പ്രതിനിധികളുമായി ചേർന്ന ചർച്ചയിൽ തന്നെ മന്ത്രി വ്യക്തമാക്കിയത് മാർച്ചിൽ ഒരു ചർച്ച നടത്താം. ആ ഒരു യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കാം. പാക്കേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ തുക എങ്ങനെ നൽകുമെന്നുള്ള കാര്യത്തിൽ അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സമരം പിൻവലിക്കാമെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നും സമരം പ്രഖ്യാപിച്ച സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. AITUC ആദ്യം തന്നെ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിന് പിന്നാലെ തന്നെ CITU മറ്റു സംഘടനകളും എല്ലാം പിന്മാറുന്ന സാഹചര്യമാണ് കണ്ടത്. ഏതായാലും നേതൃത്വത്തിൽ സമരം നടത്തിയ വിവിധ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സർക്കാരിന് നോട്ടീസ് നൽകിക്കൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. പിന്നാലെ സമരത്തിലേക്ക് കടന്നു. റേഷൻ കട ഇന്ന് തുറക്കാതെയായിരുന്നു. ഏകദേശം 14 റേഷൻ കട അടക്കം ഇന്ന് തുറന്ന് പ്രവർത്തിച്ചതാണ്. എന്നാൽ അത് പ്രവർത്തിച്ചെങ്കിലും അധികമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോയിരുന്നില്ല. സമരം നടത്തിയവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് പോയതെന്ന് തന്നെയാണ് ഈ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചത്. ഏകദേശം 14,000 റേഷൻ കടകളിൽ അധികം ഇന്ന് അടച്ചിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പുതിയ നിലപാട് വന്നു എന്ന് തന്നെയാണ് സമരപ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. വേതനം കൃത്യമായി നൽകാമെന്നുള്ള തീരുമാനം അവർ അംഗീകരിക്കുന്നു. അതോടൊപ്പം വേതന പാക്കേജ് വർധനവ് പഠിക്കാൻ കമ്മിറ്റി നിയോഗിച്ചതിനു ശേഷം മാർച്ചിലുണ്ടാകുന്ന യോഗത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രതിനിധികൾ. ഏതായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ഇവരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൽദാസൻ, ശരി, കുറച്ച് മണിക്കൂറുകളത്തേക്കാണെങ്കിലും ജനങ്ങളുടെ ഒരു അന്നം കൂടി മുട്ടുന്ന ഒരു ആഴ്ചയൊക്കെയാണ്. അത് എത്ര നാളത്തേക്ക് നീളുമെന്നൊക്കെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭീതി ചെറിയ രീതിയിൽ ജനങ്ങളിലേക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ ആ ഒരു സമരത്തിനൊരു അവസാനം വന്നിരിക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു എല്ലാ മാസത്തെയും തലവേതനം 15-ാം തീയതിക്ക് മുമ്പ് നൽകും എന്നുള്ളത് തന്നെയാണ് ചർച്ചയിൽ പറഞ്ഞത്. അതേപോലെ ഡിസംബർ മാസത്തെ ശമ്പളം നാളെ തന്നെ നൽകുമെന്ന് പറഞ്ഞത്. അതിനേക്കാളും ഒന്നുകൂടി പ്രധാനം എന്നുള്ളത് പാക്കേജിനെ കുറിച്ച് വിശദമായി പഠിക്കും. അതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷമായിരിക്കും അതിനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. മാർച്ചിലുമുണ്ട് അതിനെ സംബന്ധിച്ചൊരു യോഗം. അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും എന്തായാലും പ്രധാനമായിട്ടും ഉണ്ടാവുക. നമ്മൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനമായുള്ളത് ആ ഒരു സമരം അവസാനിച്ചിരിക്കുന്നു. സർക്കാർ ഇടപെടലിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.